എല്ലാവർക്കും സ്വാഗതം. പ്ലസ് വൺ കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ രണ്ട് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പീരിയോഡിക് പ്രോപ്പർട്ടിയുടെ പേര് അതായത് ആ പേര് സൂചിപ്പിക്കും പോലെ തന്നെ അവിടെ എൻതാൽപ്പിയെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. ഇപ്പൊ എൻതാൽപ്പി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അത് എനർജി ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്, അല്ലെങ്കിൽ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ്, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കേണ്ടത് എനർജിയെ പറ്റി തന്നെയാണ്. ഇനി ആ എനർജി ചേഞ്ച് എപ്പോൾ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ കാര്യം അത്രയേ ഉള്ളൂ. അപ്പൊ ഒന്നാമത് പറയുന്ന പീരിയോഡിക് പ്രോപ്പർട്ടി അത് തന്നെയാണ്. അത് എനർജി ചേഞ്ചസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന സമയത്ത്, ഒരു ആറ്റം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എനർജി ചേഞ്ചസിനെ പറ്റിയാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പൊ നമ്മളത് റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, അപ്പൊ നമുക്ക് ക്യാപിറ്റൽ എ കൊണ്ട് ഒരു ആറ്റത്തിനെ സൂചിപ്പിക്കാം. ആ ആറ്റം ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് എങ്കിൽ ആ ആറ്റം ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു. ഗെയിൻ ചെയ്ത് എ എന്നുള്ളത് എ മൈനസ് ആയി മാറുന്നു. ആ സമയത്തുള്ള എനർജി ചേഞ്ചസിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നൊരു വാക്കുകൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ആരാണ് ഇലക്ട്രോൺ ഗെയിനിങ്ങിന് സാധ്യത കൂടുതൽ? അപ്പൊ നമുക്ക് നമ്മുടെ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ, ഇപ്പൊ ഒന്നാമത്തെ പീരിയഡിൽ കാണപ്പെടുന്ന ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം പോലുള്ള ആൾക്കാർ പരിശോധിച്ചാൽ ഇലക്ട്രോൺ ഗെയിനിങ്ങിന്റെ സാധ്യത കൂടുതലുള്ളത് നമുക്കറിയാം കമ്പാരിറ്റീവ്ലി ലിത്തിയത്തിനാണ്. അല്ലെങ്കിൽ താഴോട്ട് വരുന്നവരും ആ ഇലക്ട്രോൺ ഗെയിനിങ്ങിന്റെ സാധ്യത കുറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ കുറഞ്ഞു പോകുമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു പീരിയോഡിക് ട്രെൻഡാണ് നമ്മൾ സംസാരിച്ചത്. ഗ്രൂപ്പിൽ മുകളിൽ താഴോട്ട് വരുന്നതനുസരിച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ കുറഞ്ഞു വരണം എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഡിക്രീസസ്. അതേസമയം ഒരു പീരിയഡിൽ നോക്കിയാൽ നമുക്ക് നോബൽ ഗ്യാസിനെ ഒഴിച്ചു നോക്കണം. ഒരു പീരിയഡിൽ നോക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഫ്ലൂറിൻ ഇലക്ട്രോൺ ഗെയിനിങ്ങിന്റെ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ സാധ്യതയും അവിടെ കമ്പാരിറ്റീവ്ലി കൂടുതൽ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പീരിയഡിൽ അടുത്തുനിന്ന് വലത്തോട്ട് പോകുന്നതനുസരിച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുവെന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഒരൊറ്റ കാര്യം ഓർമ്മിക്കുക. നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നറിയപ്പെടുന്ന പ്രോപ്പർട്ടിയെ പറ്റിയാണ്. അപ്പൊ അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് എൻതാൽപ്പി ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി എപ്പോഴെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന സമയത്ത്, ഒരു ആറ്റം ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ വെച്ച് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എനർജി ചേഞ്ചസിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയേണ്ടത്. അപ്പൊ അതിന്റെ പീരിയോഡിക് ട്രെൻഡ് ചോദിച്ചാൽ ഒരു പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നതനുസരിച്ച് സാധാരണ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. അതേസമയം ഒരു ഗ്രൂപ്പിൽ മുകളിൽ താഴോട്ട് വരുന്നതനുസരിച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ഡിക്രീസ് ചെയ്ത് പോകുന്നു എന്ന് ഓർക്കുക. അപ്പൊ ഇതേ ട്രെൻഡ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്നും നമുക്ക് ഓർമ്മയുണ്ട്. അയണൈസേഷൻ പൊട്ടൻഷ്യലിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ പീരിയോഡിക് ട്രെൻഡ് സെയിം ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു കാര്യം, അപ്പൊ നമുക്ക് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ ഇത്രയും ആൾക്കാരെ പരിശോധിക്കാം. ഈ ആൾക്കാരെ വിളിക്കേണ്ട പേര് നമുക്ക് ഓർമ്മയുണ്ട്. ഇവരെയാണ് നമ്മൾ ഹാലോജൻ എന്ന് പറയുന്നത്. ഹാലോജൻ. ഈ ഹാലോജനുകളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സാമ്പിൾ അവിടെ നിന്ന് എഴുതാം. ഉദാഹരണം ക്ലോറിൻ, അറ്റോമിക് നമ്പർ 17, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7. ഇപ്പൊ ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ട്രോൺ ഈസി ആയിട്ട് നമുക്ക് ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഒക്ടറ്റ് സ്റ്റെബിലിറ്റിയെ പറ്റി. അതായത് ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വന്നാൽ ആള് സ്റ്റേബിൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലോറിൻ ശ്രമിക്കുന്നത് ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈസി ആയിട്ട് ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗെയിൻ ചെയ്യുന്ന സമയത്ത് ക്ലോറിൻ എനർജി പുറത്തോട്ട് വിടുന്നുണ്ട്. അങ്ങനെ പുറത്തോട്ട് വിടുന്ന എനർജി തന്നെയാണ് ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയേണ്ടത്. അപ്പൊ ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യുന്നു എന്ന് ഓർമ്മിക്കുക. അങ്ങനെ എനർജി റിലീസ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേര് എക്സോതെർമിക് പ്രോപ്പർട്ടി എന്ന് പറയണം. എക്സോതെർമിക് പ്രോപ്പർട്ടിയുടെ പ്രത്യേകത ഹീറ്റ് ചേഞ്ച് വാല്യൂ ΔH വാല്യൂ, ഹീറ്റ് ചേഞ്ച് വാല്യൂ പോസിറ്റീവ് ആണെന്ന് നമ്മൾ എല്ലാവരും എക്സോതെർമിക് ഹീറ്റ് ചേഞ്ച് വാല്യൂ നെഗറ്റീവ് ആണെന്ന് നമ്മൾ എല്ലാവരും
കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇപ്പൊ സംസാരിച്ചത്. ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ക്ലോറിൻ ഹാലജൻ എന്ന ഫാമിലിയിൽപ്പെട്ട ആളാണ്. ആ ഹാലജനെ സംബന്ധിച്ചിടത്തോളം ഹാലജൻ ഒക്ടേറ്റ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഒരു ഇലക്ട്രോൺ ഈസി ആയിട്ട് ഗെയിൻ ചെയ്യും. അങ്ങനെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് കുറച്ച് എനർജി റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റിലീസ് ചെയ്യുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേര് ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. റിലീസ് ചെയ്യുന്ന എനർജി ആയതുകൊണ്ട് അത് എക്സോതെർമിക് ആണ്. കൺവെൻഷനലി ഒരു നെഗറ്റീവ് സിമ്പിൾ ഇട്ടാണ് സാധാരണ അത് കാണിക്കുന്നത്. ഇനി അതേസമയം ഹാലജൻ നോബിൾ ഗ്യാസുകളെ പറ്റി പരിശോധിക്കാം. നോബിൾ ഗ്യാസുകൾ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. അപ്പൊ അതിലെ ഒരു നോബിൾ ഗ്യാസ് ആയ നിയോൺ പരിശോധിച്ചാൽ അറ്റോമിക് നമ്പർ 10, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8 ആണ്. ഓക്കെ, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഒക്ടേറ്റ് സ്റ്റെബിലിറ്റി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ നമുക്കറിയാം അവിടെയും ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം. അങ്ങനെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ആ ഇലക്ട്രോണുകൾക്ക് ഇരുത്താൻ വേണ്ടി അവിടെ സ്ഥലമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പുതുതായി ഒരു ഷെൽ ഉണ്ടാക്കണം. ആ ഷെൽ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് എനർജിയും കൂടെ അങ്ങോട്ട് സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇവിടെ ഇലക്ട്രോണുകൾ ഗെയിൻ ചെയ്യുന്ന സമയത്ത് എനർജി പുറത്തു വിട്ടു. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇലക്ട്രോണുകൾ ഗെയിൻ ചെയ്യുന്നുണ്ട്, എനർജിയും ഗെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തിനാണ് ആ എനർജി ഗെയിൻ ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒക്ടേറ്റ് സ്റ്റെബിലിറ്റി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതുതായി ഒരു ഇലക്ട്രോൺ വന്നാൽ ഇരിക്കാൻ വേണ്ടി ഷെല്ലുകളില്ല. ആ ഷെല്ലുകൾ ഉണ്ടാക്കാൻ വേണ്ടി എനർജിയും കൂടെ കൊടുക്കണമെന്ന് ഓർമ്മിച്ചോണം. അപ്പൊ ഇവിടെയും ഇലക്ട്രോണുകൾ ഗെയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ എനർജി തിരിച്ചു നിന്നിട്ടുണ്ട്, ഇവിടെ എനർജിയും കൂടെ സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിൽ ആ എനർജിയും നമ്മൾ വിളിക്കേണ്ട പേര് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി തന്നെയാണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഇവിടെ എനർജി അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രോസസ്സിന്റെ പ്രത്യേകത അത് എൻഡോതെർമിക് ആണ്. എൻഡോതെർമിക് കൺവെൻഷനലി ഹീറ്റ് ചേഞ്ച് വാല്യൂ ഡെൽറ്റ എച്ച് വാല്യൂ പോസിറ്റീവ് ആണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണെന്ന് പറഞ്ഞു. അതിന്റെ ഡെഫിനിഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ഡെഫിനിഷൻ പറയേണ്ടി വരും. റിലീസ് ചെയ്യുന്ന എനർജി എന്നോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന എനർജി എന്നോ പറയേണ്ടി വരും. എപ്പോഴെന്ന് ചോദിച്ചാൽ ഇലക്ട്രോണുകൾ ഗെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ആറ്റം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നൊരു വാക്കുകൊണ്ട് പറയേണ്ടത്. അത് ഹാലോജനുകളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. കാരണം റിലീസ് ചെയ്യുന്ന എനർജി ആയതുകൊണ്ട് എക്സോതെർമിക് ആണ്. അതേസമയം നോബിൾ ഗ്യാസുകളാണെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ പോസിറ്റീവ് ആണെന്ന് ഓർമ്മിക്കുക. അവിടെ എൻഡോതെർമിക് പ്രോസസ് ആണെന്ന് ഓർമ്മിക്കുക. ഡെൽറ്റ എച്ച് വാല്യൂ പോസിറ്റീവ്, ഇവിടെ ഡെൽറ്റ എച്ച് വാല്യൂ നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഇനി ഒരു സാധാരണ ഒരാൾ നോക്കിയാൽ അറിയാം ഇവിടെയും ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനർജി റിലീസ് ചെയ്ത്, പക്ഷെ ഇവിടെ എനർജിയും കൂടെ സ്വീകരിച്ചു എന്ന് ഓർമ്മിക്കുക. ഓക്കെ, ഇനി അതിന്റെ ഒരു പീരിയോഡിക് ട്രെൻഡ് കൂടെ നമുക്ക് മനസ്സിലായി. ആ പീരിയോഡിക് ട്രെൻഡ് അനുസരിച്ച് എലോങ് എ പീരിയഡ് ഇൻക്രീസ് ചെയ്ത് വരണം, അതേസമയം എലോങ് എ ഗ്രൂപ്പ് ഡിക്രീസ് ചെയ്ത് വരണമെന്ന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇനിയുള്ള കാര്യം ഈ ഹാലജൻ എന്ന ഫാമിലിയിൽ നമ്മൾ ഓരോരുത്തരുടെയായിട്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഒരു ഗ്രൂപ്പിൽ മുകളിൽ താഴോട്ട് വരുന്നതോറും അത് കുറഞ്ഞു വരുന്നു എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ എങ്കിൽ ഫ്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയേക്കാൾ കുറവായിരിക്കണം ക്ലോറിന്റെക്കാളും കുറവായിരിക്കണം ബ്രോമിന്റേത്, അങ്ങനെ പോകണം. ഓക്കെ, പക്ഷേ ഇവരുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പരിശോധിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം അവിടെ കാണുന്നുണ്ട്. ജനറൽ ട്രെൻഡ് നമ്മളെല്ലാം പ്രതീക്ഷിക്കും പോലെ ഒരു ഗ്രൂപ്പിൽ താഴോട്ട് കുറഞ്ഞു തന്നെയാണ് വരേണ്ടത്. പക്ഷേ ഫ്ലോറിനും നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമില്ല, ഫ്ലോറിൻ അറ്റോമിക് നമ്പർ 9, മെയിൻ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 7, ന്യൂക്ലിയസ് വരച്ചു. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ പറഞ്ഞു. ഓക്കെ, KL. ക്ലോറിൻ അറ്റോമിക് നമ്പർ 17, 2, 8, 7, ന്യൂക്ലിയസ് ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, K ഷെല്ലിൽ 2 ഇലക്ട്രോൺ, L ഷെല്ലിൽ 8 ഇലക്ട്രോൺ, M ഷെല്ലിൽ അവിടെ 7 ഇലക്ട്രോൺ. ഓക്കെ, അതായത് ഈ ഫ്ലോറിനിൽ പുതുതായി ഇലക്ട്രോൺ വരേണ്ടത് താരതമ്യേന ചെറിയ L ഷെല്ലിലാണ്. അതേസമയം ക്ലോറിനിൽ പുതുതായി ഇലക്ട്രോൺ വരേണ്ടത് താരതമ്യേന വലിയ M ഷെല്ലിലാണ്. അതായത്
ഇവിടെ ഈ എൽ ഷെല്ലിന്റെ പ്രത്യേകത ചെറിയ ഷെല്ലാണ്. അവിടെ ആൾറെഡി 7 ഇലക്ട്രോണുകളുണ്ട്. ആ 7 ഇലക്ട്രോണും ഇവരും തമ്മിൽ ഒരു റിപ്പൽഷൻ ഉണ്ട്. ആ റിപ്പൽഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി കുറച്ച് എനർജി ഇവിടെ തന്നെ ഉപയോഗിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾ പുറത്താക്കുന്ന എമൗണ്ട് ഓഫ് എനർജി എന്നുള്ളത് അല്പം കുറഞ്ഞു പോകുന്നു എന്ന് ഓർമ്മിക്കുക. അതേസമയം ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പുതുതായി ഇലക്ട്രോൺ വരുന്നത് വലിയ എൽ ഷെല്ലിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിപ്പൽഷന്റെ അളവ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനർജി കുറച്ച് അവിടെ ഉപയോഗിച്ചാൽ മതി എന്ന് ഓർമ്മിക്കുക. അപ്പൊ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഫ്ലോറിനെക്കാളും ഇലക്ട്രോണിക് എൻതാൽപ്പി വാല്യൂ ഫ്ലോറിന് കുറവെന്നല്ല. പക്ഷെ ഫ്ലോറിന്റെ ഇലക്ട്രോണിക് എൻതാൽപ്പി വാല്യൂ അല്പം കുറഞ്ഞു പോകുന്നു. ഫ്ലോറിന്റെ ഇലക്ട്രോണിക് എൻതാൽപ്പി വാല്യൂ ഫ്ലോറിനെക്കാളും കുറഞ്ഞു പോകുന്നു. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പറയേണ്ടത്, ഫ്ലോറിലെ പുതിയ ഇലക്ട്രോൺ വരേണ്ടത് താരതമ്യേന ചെറിയ എൽ ഷെല്ലിലാണ്. എൽ ഷെല്ലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആൾറെഡി 7 ഇലക്ട്രോൺ ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ 7 ഇലക്ട്രോണും പുതുതായി വരുന്ന ഒരു ഇലക്ട്രോണും തമ്മിൽ റിപ്പൽഷൻ ഉണ്ട്. ആ റിപ്പൽഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി കുറച്ച് എനർജി അവിടെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് പുറത്ത് വിടുന്ന എമൗണ്ട് ഓഫ് എനർജി കുറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് ഫ്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ കുറഞ്ഞു പോകുന്നതെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന ടോപ്പിക്കിനകത്ത് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ അറേഞ്ച് ചെയ്യാം. എന്തൊക്കെ ഓർമ്മിക്കണം എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ തന്നെയാണ്. നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം, ഗെയിനിങ് നടക്കേണ്ടത് ഇലക്ട്രോണിനാണ്. ആ ഇലക്ട്രോണിനാണ്, എനർജിക്കല്ല. ഇലക്ട്രോണാണ് ഗെയിൻ ചെയ്യുന്നത്. എനർജി എപ്പോഴും ഗെയിൻ ചെയ്യണം നിർബന്ധമില്ല. എനർജി ലൂസ് ചെയ്യുകയും ചെയ്യാം. ശരി, അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ആദ്യം ഓർമ്മിക്കുക. അപ്പൊ അതിനുശേഷം പീരിയോഡിക് ട്രെൻഡ് ഓർമ്മിക്കുക. പിന്നെ ഹാലജനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ നെഗറ്റീവ് ആണെന്നും നോബൽ ഗ്യാസുകൾക്ക് അത് പോസിറ്റീവ് ആണെന്ന് ഓർമ്മിക്കുക. പിന്നെ ഫ്ലോറിന്റെയും ക്ലോറിന്റെയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ കമ്പാരിസൺ നടക്കുന്ന സമയത്ത് ഫ്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ കുറഞ്ഞു പോകുന്നു. അതിന് കാരണം അന്വേഷിക്കുക. അതിന് കാരണം അന്വേഷിക്കുന്ന സമയത്ത് ഫ്ലോറിൽ പുതുതായി ഇലക്ട്രോൺ വരുന്നത് താരതമ്യേന ചെറിയ എൽ ഷെല്ലിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ആൾറെഡി റിപ്പൽഷൻ ഉണ്ട്. ആ റിപ്പൽഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി കുറച്ച് എനർജി അവിടെ തന്നെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജി കുറഞ്ഞു പോകുന്നു എന്ന രീതിയിൽ അവിടെ ഉത്തരം പറയണം. ഓക്കെ, അപ്പൊ അതേ ഒരു ട്രെൻഡ് തന്നെയാണ് തൊട്ടിപ്പുറത്തുള്ള ഗ്രൂപ്പിൽ 16ാമത്തെ ഗ്രൂപ്പിൽ സംഭവിക്കുന്നതെന്ന് ഓർമ്മിക്കുക. അവിടെ ഓക്സിജൻ സൾഫർ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓക്സിജന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ സൾഫറിനേക്കാളും കുറഞ്ഞു പോകുന്നു എന്ന് പറയുന്ന പ്രത്യേകതയുണ്ട്. റീസൺ എന്നുള്ളത് ഇതേ റീസൺ തന്നെയാണെന്ന് ഓർമ്മിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുമായിട്ട് പറയണം. അപ്പൊ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം വാലൻസിയെ പറ്റിയാണ്. ഈ വാലൻസിയുടെ പ്രത്യേകത, വാലൻസിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. വാലൻസി എന്നുള്ളത് ഒരു കമ്പൈനിങ് കപ്പാസിറ്റിയാണ്. എന്ന് വെച്ചാൽ ഒരു എലമെന്റിന് മറ്റൊരു എലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ വാലൻസി എന്നൊരു വാക്കുകൊണ്ട് പറയുന്നത്. ഇപ്പൊ സാധാരണ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം പോലുള്ള ആൾക്കാർക്ക് വാലൻസി 1 ആണ്. ഓക്സിഡേഷൻ നമ്പർ അല്ല, വാലൻസി 1 ആണ്. അതുപോലെ തന്നെ ബേരിയം, ബെർലിയം, കാൽസ്യം, മഗ്നീഷ്യം, ബെർലിയം എന്നൊക്കെ പറഞ്ഞാൽ ആ എലമെന്റുകളുടെ വാലൻസി 2 ആണ്. ബോറോൺ, അലുമിനിയം പോലുള്ള ആൾക്കാരുടെ വാലൻസി 3 ആണ്. കാർബൺ, സിലിക്കൺ 4. നൈട്രജൻ, ഫോസ്ഫറസ് പോലുള്ള ആൾക്കാരുടെ പ്രത്യേകത അവരുടെ വാലൻസി എന്നുള്ളത്, വാലൻസ് ഇലക്ട്രോൺ 5 ഉണ്ട്, പക്ഷെ അതിന്റെ വാലൻസി എന്നുള്ളത് 3 ആണെന്നറിയാം. ഓക്സിജൻ, സൾഫർ പോലുള്ള ആൾക്കാരുടെ കോമൺ വാലൻസി 2 ആണ്. ഫ്ലോറിൻ 1 ആണ്. ഒരു വാലൻസി ഇല്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ചില റാഡിക്കലുകൾ. റാഡിക്കൽ എന്ന് വെച്ചാൽ നമുക്കറിയാം, അത് ആറ്റം ഗ്രൂപ്പ് വിത്ത് ചാർജുള്ള ആറ്റം ഗ്രൂപ്പുകളാണ് റാഡിക്കൽ എന്ന പേര് കൊണ്ട് പറയുന്നത്. കാർബണേറ്റിന്റെ വാലൻസി എത്രയെന്ന് പരിശോധിച്ചാൽ അത് 2 ആണ്. സൾഫേറ്റുകളും 2 ആണ് വാലൻസി.
അമോണിയം NH4+1 ആണ്, ഹൈഡ്രോക്സൈഡ് 1 ആണ്. അപ്പൊ ഇതുപോലെ കുറെ റാഡിക്കൽസ് ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ വാലൻസിയെ പറ്റി പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ വാലൻസി നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ കോമ്പൗണ്ടുകളുടെ ഫോർമുല എഴുതാൻ കഴിയുള്ളൂ. അപ്പൊ ഇന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം വാലൻസിയെ പറ്റിയാണ്. വാലൻസി എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കത് കമ്പൈനിങ് കപ്പാസിറ്റി, ഒരു എലമെന്റിന് മറ്റൊരു എലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് വാലൻസി എന്ന് പറയേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിലെ എലമെന്റുകളുടെ വാലൻസി നമ്മൾ അറിഞ്ഞിരിക്കണം. അലുമിനിയത്തിന്റെ വാലൻസി എത്രയും ചോദിച്ചാൽ 3 എന്ന് അറിഞ്ഞിരിക്കണം. ഓക്സിജന്റെ 2 ആണ്, സൾഫർ 2 ആണ്, കാൽസ്യത്തിന്റെ വാലൻസി 2 ആണ്. പിന്നെ ഈ പറഞ്ഞ റാഡിക്കൽസ് ഇത് മാത്രമല്ല ഒരുപാട് റാഡിക്കൽസിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ബൈകാർബണേറ്റിന്റെ ഫോർമുല HCO3- ആണ്, വാലൻസി 1 ആണ്. ശരി. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് റാഡിക്കൽസിന്റെ പേരും ഫോർമുലയൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അത് എന്തിനെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കോമ്പൗണ്ടുകളുടെ ഫോർമുല ഈസി ആയിട്ട് എഴുതാൻ വേണ്ടിയാണ്. ഒരു ഉദാഹരണത്തിന് അലുമിനിയം ഓക്സൈഡിന്റെ ഫോർമുല എങ്ങനെയാണ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അലുമിനിയം ഓക്സൈഡിന്റെ ഫോർമുല Al O3 ആണോ Al2O3 ആണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളത് എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ, ആദ്യം അലുമിനിയത്തിന്റെ സിമ്പൽ എഴുതുക Al. ഇനി ഓക്സൈഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ ആണ്, അത് കാണിക്കുക. ഇനി അടുത്ത ഓക്സിജന്റെ വാലൻസി എത്രയെന്ന് പരിശോധിക്കുക. ഓക്സിജന്റെ വാലൻസി 2 ആണ്, അത് അലുമിനിയത്തിന്റെ താഴെ എഴുതണം. അതേസമയം അലുമിനിയത്തിന്റെ വാലൻസി എത്രയെന്ന് പരിശോധിക്കുക. അലുമിനിയത്തിന്റെ വാലൻസി 3 ആണ്, അത് ഓക്സിജന്റെ താഴെ എഴുതുക. സോ വാലൻസി ഇന്റർചേഞ്ച് ചെയ്ത് ഫോർമുല റെഡിയാക്കിയിട്ടുണ്ട്. അലുമിനിയം ഓക്സൈഡിന്റെ ഫോർമുല Al2O3 ആണ്. ഓക്കെ. ഇനി അടുത്ത അലുമിനിയം സൾഫേറ്റ്. അപ്പൊ അതിലാദ്യം അലുമിനിയത്തിന്റെ എഴുതി Al. ഇനി സൾഫേറ്റ് എന്നുള്ളത് ഒരു റാഡിക്കലാണ്. റാഡിക്കൽ എഴുതുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഇട്ട് എഴുതണം. ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം അതിനകത്ത് എഴുതണം. എഴുതിയിട്ട് ബ്രാക്കറ്റ് ഇട്ടാലും പോരാ, ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം അതിനകത്ത് എഴുതുക. സൾഫേറ്റ് എന്ന് എഴുതുമ്പോൾ ചാർജ് എഴുതരുത്, SO4 എന്ന് മാത്രമേ ഫോർമുലയ്ക്കായിട്ട് എഴുതാവൂ. എഴുതി. ഇനി സൾഫേറ്റിന്റെ വാലൻസി എത്രയെന്ന് ചോദിച്ചാൽ 2 ആണ്, അത് അലുമിനിയത്തിന്റെ താഴെ. അലുമിനിയത്തിന്റെ വാലൻസി എത്രയെന്ന് ചോദിച്ചാൽ അത് 3 ആണ്, അത് സൾഫേറ്റിന്റെ താഴെ. അപ്പോൾ അലുമിനിയം സൾഫേറ്റിന്റെ ഫോർമുല Al2SO4 thrice എന്ന് നമുക്ക് എഴുതാം. അതുപോലെ ചില കോമ്പൗണ്ടുകൾ, അമോണിയം കാർബോണേറ്റ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ബൈകാർബണേറ്റ്. ശരി. അപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടെ നോക്കാം. അപ്പൊ അതിലാദ്യം അമോണിയം കാർബണേറ്റ് എന്ന് എഴുതാം. അപ്പൊ അതിൽ അമോണിയം എന്ന് കണ്ടാൽ അത് റാഡിക്കലാണ്. ഞാൻ പറഞ്ഞു റാഡിക്കൽ എഴുതാൻ പറഞ്ഞാൽ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം എഴുതാം. സോ ബ്രാക്കറ്റ് ഇട്ടു, അതിനകത്ത് കാണിക്കണം NH4. ബ്രാക്കറ്റ് ഇടുമ്പോൾ ചാർജ് കാണിക്കരുത്. ശരി. അടുത്ത് കൂടെ ഉള്ളത് കാർബണേറ്റ് ആണ്. കാർബണേറ്റ് എന്നുള്ളത് മറ്റൊരു റാഡിക്കലാണ്, അവിടെയും ബ്രാക്കറ്റ് ഇടുക, കാർബണേറ്റ് CO3. ശരി. ഇനി അമോണിയത്തിന്റെ വാലൻസി 1 ആണ്, അത് ഇന്റർചേഞ്ച് ചെയ്ത് കാർബണേറ്റിന്റെ കൂടെ കൊടുക്കുക 1. ഇനി കാർബണേറ്റിന്റെ വാലൻസി 2 ആണ്, അത് അമോണിയത്തിന്റെ കൂടെ കൊടുക്കുക. ഓക്കെ. ഇനി ഇവിടെ വാലൻസി 1 ആയതുകൊണ്ട് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത്, പക്ഷെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഇത് ഓപ്പൺ ചെയ്യാം. സോ ഫോർമുല NH4 twice CO3 എന്ന് എഴുതിയാൽ അത് അമോണിയം കാർബണേറ്റിന്റെ ഫോർമുലയായി. ഇത് അമോണിയം ഹൈഡ്രോക്സൈഡ്. അമോണിയം ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം NH4, ഹൈഡ്രോക്സൈഡ് റാഡിക്കൽ ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടില്ല, OH. ചാർജ് എഴുതാൻ പാടില്ല. അമോണിയത്തിന്റെ വാലൻസി 1 ആണ്, അത് ഹൈഡ്രോക്സൈഡിന് കൊടുക്കുക. ഹൈഡ്രോക്സൈഡിന്റെ വാലൻസി 1 ആണ്, അത് അമോണിയത്തിന് കൊടുക്കുക. സോ രണ്ടും വാലൻസി 1 ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, രണ്ടുപേർക്കും. സോ NH4 OH എന്ന് എഴുതിയാൽ അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ ഫോർമുലയായി. ഓക്കെ. കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം സിമ്പിൾ അറിയാം, Ca. ഓക്സൈഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ ആണ്. സോ ഓക്സിജൻ. കാൽസ്യത്തിന്റെ വാലൻസി 2 ആണ്, അത് ഓക്സിജൻ കൊടുക്കുന്നു. ഓക്സിജന്റെ വാലൻസി 2 ആണ്, അത് കാൽസ്യത്തിന് കൊടുക്കുന്നു. അപ്പൊ രണ്ടുപേരുടെയും വാലൻസി 1 ആയി. അല്ലെങ്കിൽ അവിടെ ഒരു സിംപ്ലിഫിക്കേഷന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ ആൻസർ എഴുതണം. CaO എന്ന് എഴുതിയാലേ ആൻസർ ആവുള്ളൂ. സിംപ്ലിഫിക്കേഷന് സാധ്യതകൾ വരുന്ന സമയത്ത് സിംപ്ലിഫൈ ചെയ്ത് വേണം ആൻസർ എഴുതാൻ.
അടുത്ത കാൽസ്യം ബൈകാർബണേറ്റ്, കാൽസ്യം Ca. ബൈകാർബണേറ്റ് റാഡിക്കൽ ആണ്, ബ്രാക്കറ്റ് 2 HCO3. കാൽസ്യത്തിന്റെ വാലൻസി 2 ആണ്, ഇവിടെ കൊടുത്തു. ബൈകാർബണേറ്റിന്റെ വാലൻസി 1 ആണ്, അത് കാൽസ്യത്തിന് കൊടുത്തു. എന്നായതുകൊണ്ട് കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോർമുല CaHCO3 ട്വൈസ് എന്ന് എഴുതിയാൽ അവിടെ കാൽസ്യം ബൈകാർബണേറ്റിന്റെ ഫോർമുലയായി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച രണ്ട് കാര്യങ്ങളാണ്. ഇന്ന് പഠിച്ച ഒന്നാമത്തെ കാര്യം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയെ പറ്റിയാണ്. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് ചോദിച്ചാൽ പറയണം, ഇറ്റ് ഇസ് ദി എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് when an atom takes electron to form negative ion in gaseous state. ഇനി അതിന്റെ പീരിയോഡ് ട്രെൻഡ് പരിശോധിക്കുന്ന സമയത്ത് along a period increases, along a group decreases, like that ionization potential പോലെ തന്നെ. അടുത്ത നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ചില രണ്ട് എലമെന്റുകൾക്ക് പ്രശ്നങ്ങളുണ്ട്. ഹാലജനുകൾ കേസ് നോക്കുന്ന സമയത്ത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ നെഗറ്റീവും, അതേസമയം നോബൽ ഗ്യാസുകൾക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ പോസിറ്റീവുമാണ്. ഇനി അടുത്ത ഹാലജൻ ഫാമിലി പരിശോധിക്കുന്ന സമയത്ത് ഫ്ലൂറിനും ക്ലോറിനും വരുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ കൂടുതൽ റിലീസ് ചെയ്യുന്നത് ഫ്ലൂറിൻ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അവിടെ അങ്ങനെയല്ല. അതിന് കാരണം ഫ്ലൂറിനകത്ത് പുതുതായി ഇലക്ട്രോൺ വരുന്നത് ചെറിയ ഷെല്ലുകളിലാണ്. സോ റിപ്പൽഷൻ ഉണ്ട്, റിപ്പൽഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി ചെറിയ എനർജി കൊടുക്കേണ്ടി വരും. ഇതേ ട്രെൻഡ് തന്നെയാണ് ഓക്സിജനും സൾഫറും പരിശോധിക്കുന്ന സമയത്ത് ഉള്ളതെന്ന് കൂടെ ഓർമ്മിക്കുക. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിൽ അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ സംസാരിച്ചത് വാലൻസിയാണ്. വാലൻസി പരിചയപ്പെട്ടു, റാഡിക്കൽസിന്റെ വാലൻസി പരിചയപ്പെട്ടു. എന്തിനാണ് ഈ വാലൻസി ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കോമ്പൗണ്ടുകളുടെ ഫോർമുല ഈസി ആയിട്ട് എഴുതാൻ വേണ്ടിയാണ്. അങ്ങനത്തെ ചില പ്രാക്ടീസ് കൂടെ നമ്മൾ ചെയ്ത് കാണിച്ചു എന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ലവണ്ണം പഠിക്കുക. ബാക്കി ഈ ചാപ്റ്ററിൽ അടുത്ത കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.